ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ. കപ്പയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കൊച്ചുള്ളി, തേങ്ങാക്കൊത്ത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മസാലക്കൂട്ട്, കുരുമുളക് പൊടി, ഉപ്പ്, ഉലുവ, കടുക്, വെളിച്ചെണ്ണ, ബീഫ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വരൂ. 1 കിലോ ബീഫിന് വേണ്ടിയിട്ട് മീഡിയം സൈസ് 3 സവാള നീളത്തിൽ കനം കൂട്ടി അരിഞ്ഞത്, 100 ഗ്രാം കൊച്ചുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തേങ്ങാക്കൊത്ത്, പിന്നെ ബീഫ് കഴുകി വൃത്തിയാക്കി വെക്കുക. ഇത്രയും സാധനങ്ങളാണ്. ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേന് തേങ്ങാക്കൊത്ത് ചേർത്ത് തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം തേങ്ങാക്കൊത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് തേങ്ങാക്കൊത്തിനകത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പച്ചമണം മാറി വരിക. പച്ചമണം മാറുമ്പോഴത്തേനും നമ്മൾ ഇതിനകത്തിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, സവാള ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇതൊന്ന് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴറ്റണം. അപ്പം നമുക്ക് വഴറ്റാം. ഇനിയിപ്പോൾ സവാള വഴറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വഴറ്റിയെടുത്താൽ മതി. ഇതിനകത്തിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പൊടികൾ നന്നായിട്ട് പൊടി മൂത്തതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് യോജിപ്പിച്ച് ഈ സമയം നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇതിനകത്തിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് 7 വിസിൽ വരട്ടെ. 7 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. 7 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. ഈ സമയം ഉപ്പൊക്കെ നോക്കുക. പൊടികളൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് ചേർക്കരുത്. വേറെ മൂപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്തിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് താളിക്കാനുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കാരണം ഇതാണ് ഏറ്റവും കൂടുതൽ ബീഫിന് ടേസ്റ്റ് തോന്നിക്കുന്ന കാര്യം. ഇത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കടുക്, ഉലുവ, 1 ടീസ്പൂൺ ഉലുവ മാത്രമേ ഇടാവുള്ളൂ. കൂടിപ്പോകരുത്. നമ്മുടെ സ്പൈസസ് ഇട്ട് നന്നായിട്ട് ഇളക്കി അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് 1 സ്പൂൺ മുളക് പൊടി മാത്രം, അധികമായിട്ട് ഇടരുത്. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. ബീഫ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വരട്ടിയെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കി വരട്ടിയെടുക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇനി ഇതിനകത്തിലേക്ക് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇനിയും കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. കുറച്ചുകൂടി കരിയാപ്പിലയൊക്കെ വെതറി നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ റോസ്റ്റ് കറക്റ്റ് പരുവാകുന്നത്. ഇനി നമുക്ക് കപ്പ റെഡിയാക്കാം. കപ്പ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഏത് വേകാത്ത കപ്പയും ഇങ്ങനെ വേത്ത് കിട്ടും ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കഴുകിയെല്ലാം അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് കപ്പ. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ തിളച്ചിട്ടുണ്ട്. കപ്പ ഊറ്റി നമുക്ക് കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, കരിവേപ്പില ചേർത്ത് പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ചതച്ച് അരപ്പ് നമ്മുടെ കപ്പയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ. തുടുപ്പ് എന്നാണ് കേട്ടോ ഇതിനിവിടെ പറയുന്നത്. നമ്മുടെ ഓല മടലും കൊണ്ട് ചെത്തിയെടുക്കുന്നതാണ് കേട്ടോ. അതിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അരപ്പൊക്കെ നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് കുഴക്കണം കേട്ടോ. കപ്പ നല്ല പോലെ കുഴച്ചെടുക്കണം. എല്ലായിടത്തും അരപ്പ് ചെല്ലണം. അപ്പം നമ്മുടെ കപ്പയൊക്കെ കുഴച്ച് നല്ല റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പ കുഴച്ചതും. അപ്പോൾ നമ്മുടെ ബീഫ് അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ബീഫ് നല്ല വറ്റി റെഡിയായി നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.